നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കോട്ടകൾ, ദൈവിക കോട്ടകൾ കെട്ടേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിൻ്റെ അല്ലെങ്കിൽ സോളിൻ്റെ അവയവങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നിങ്ങളത് കണ്ടില്ലെങ്കിൽ അത് കണ്ടിട്ടേ ഈ എപ്പിസോഡ് കാണാവൂ, എങ്കിലേ നിങ്ങൾ അതിലേക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയാം. മെറ്റനോയ യൂട്യൂബ് മിനിസ്ട്രീസ് 2023 നവംബർ മാസത്തിൽ തുടങ്ങിയാണ്. ഇപ്പോഴേകദേശം 800ഓളം എപ്പിസോഡുകൾ നമ്മൾ ഇതിൽ കൂടി ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനേകം ആളുകളുടെ ജീവിതങ്ങളിലെ അത് രൂപാന്തരത്തിന് കാരണമായി തീർന്നു, വചനം പഠിക്കുവാൻ കാരണമായി തീർന്നു. അതുപോലെ പല പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം ഉത്തരം തരികയും വിടുവിക്കുകയും ചെയ്തു. ഇതെല്ലാം പല സമയങ്ങളിൽ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ തീർമാനമായിട്ട് ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതുകൂടാതെ ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലെ ഇപ്പം 7 സ്റ്റേറ്റുകളിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മിഷണറിമാരുണ്ട്, അവരെ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അവിടെ എല്ലാം സുവിശേഷം അറിയിക്കുകയും ഈ പ്രയാസങ്ങളുള്ള സമയത്ത് പോലും സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്ന ഒരു ടീമുണ്ട് എന്നും ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലെ നമ്മളെ കോട്ടകളെ കെട്ടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അദൃശ്യ ആത്മീയ ലോകം മനുഷ്യനിലൂടെ ഈ ലോകത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു. ഇത് ആദ്യം തൊട്ടേ നമ്മൾ പറയുന്നതാണ്. അദൃശ്യ ആത്മീയ ലോകം മനുഷ്യനിലൂടെ ഈ ലോകത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാണ്. ദൈവം നമ്മളെക്കുറിച്ച് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കൂടി വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പിശാച് ഈ ലോകത്തെ നശിപ്പിച്ച് കളയാൻ നമ്മുടെ ജീവിതങ്ങളെ ഉപയോഗിക്കാനായിട്ട് പിശാചും ആഗ്രഹിക്കുന്നു. ഈ വലിയൊരു വാറിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ പർപ്പസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനായിട്ട് പിശാച് ശ്രമിക്കുമ്പോൾ വി ആർ ഫൈറ്റിംഗ്. നമ്മൾ ഫൈറ്റേഴ്സായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഓർക്കേണ്ടത്, നമുക്കൊരു സോൾജിയറുടെ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്. യുദ്ധം ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ്. ഒരു യുദ്ധം ചെയ്യുമ്പോൾ എന്താണ് ഈ 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ 3 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നീ എന്നോട് കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളി ജീവനകാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാൽ ചട്ടപ്രകാരം പോരാടുന്നതിൽ കിരീടം പ്രാപിക്കുന്നില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ ഈ അങ്ങോട്ട് താഴോട്ട് എഴുതിയിരിക്കുമ്പോഴേ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ടുള്ളത് വി ഷുഡ് ഹാവ് എ ഡിസിപ്ലിൻ. നമുക്കൊരു ഡിസിപ്ലിൻ വേണം. അതുപോലെ നമുക്ക് എപ്പോഴും യുദ്ധം ചെയ്യാനുള്ള കഴിവ് വേണം. അതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു എഫേർട്ട്, ചട്ടപ്രകാരം പോരാടാനായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ഒരു എഫേർട്ട് വേണം. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് കൃഷിക്കാരൻ കൃഷി ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന കാര്യം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പേഷ്യൻസോട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നതായിട്ട് കാണുന്നു. അതിന് യേശുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യേശുവിൻ്റെ മക്കളാകുമ്പോഴേ നമ്മൾ യേശുവിൻ്റെ പടയാളികളാണ്. നമ്മൾ യേശുവിനെ പ്ലീസ് ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ലോകത്തിൽ മോഹങ്ങൾ കുടുങ്ങിപ്പോകാനായിട്ടല്ല, ഈ ലോകത്തിൽ ബോണ്ടേജിൽ അകപ്പെട്ടുവാനായിട്ടല്ല, നമ്മൾ ഒരു സോൾജിയറായിട്ട്, ഒരു പടയാളിയായിട്ട് ഈ ആത്മീക ലോകത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട് നമ്മളെ ദൈവം വിളിച്ചാക്കിയിരിക്കുകയാണ്. അതിൽ ഇപ്പോഴേ ഈ നാളുകളിൽ ആത്മീയ ലോകത്തിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്. അതിൽ ഈ ലോകത്തിലെ ഈ ആത്മീയ ലോകത്തിലുള്ള യുദ്ധം ഈ എൻഡ് ടൈംസിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നേരത്തെ ഉള്ളതുപോലെയല്ല. 10-15 വർഷത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ 20 വർഷത്തിന് മുമ്പുള്ള ഒരു സ്റ്റൈലല്ല ഇപ്പോൾ ലോകത്തിൽ കാണുന്നത്. എല്ലാം സ്പീഡ്, എവറിതിങ് ഈ സ്പീഡ്, എല്ലാം ഇൻസ്റ്റൻറ്റ്, എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റൻ്റാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടണം. കൃഷിക്കാരനെ പോലെയല്ല, സീഡ് ഇട്ടാൽ ഉടൻ തന്നെ ഫ്രൂട്ട് കിട്ടണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടല്ലേ. ഇപ്പം തന്നെ നമ്മുടെ പണ്ടൊക്കെ 5 വർഷം കൊണ്ട് കായ്ക്കുന്ന സാധനം ഇപ്പം പുതിയ പുതിയ വെറൈറ്റികൾ വന്ന് 6 മാസം കൊണ്ട് കായ്ക്കും. ചക്കയൊക്കെ ഉണ്ട്, വിയറ്റ്നാം വെറൈറ്റി എന്നൊക്കെ പറഞ്ഞ് 6 മാസം കഴിയുമ്പോൾ ചക്ക കായ്ക്കും. പണ്ടൊക്കെ ആണെങ്കിൽ പ്ലാവിൻ്റെ ഇതൊക്കെ ഇട്ട് അത് വരുമ്പോഴത്തേക്ക് ഒരു 3 വർഷം 4 വർഷമൊക്കെ എടുക്കുന്നതാണ്. ഇപ്പോൾ അതൊക്കെ മാറി, ഹൈബ്രിഡ് വെറൈറ്റി വന്നു, വിയറ്റ്നാം വെറൈറ്റി വന്നു. 6 മാസം കഴിയുമ്പോൾ ചക്ക. നമ്മളെല്ലാം ഇൻസ്റ്റൻറ്റിൻ്റെ ആളാണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് വന്നൊരു ലോകമാണ്. ഇനിയും ഞാൻ ചിന്തിക്കുന്ന കുറച്ച് കഴിയുമ്പം
ഒരു ബേബി ലോകത്തിൽ ജനിക്കാനായിട്ട് 10 മാസം എന്നുള്ളത് 1 മാസമാക്കി തീർക്കുമോ എന്ന് വരെ സംശയിക്കേണ്ട ഒരു പീരീഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ ദൈവം ഒരു വാര്യറാണ്. ലോർഡ് ഈസ് എ വാര്യർ. പുറപ്പാട് ദിവസം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ യഹോവ യുദ്ധവീരൻ, യഹോവ എന്നവൻ്റെ നാമം. അതിൽ യുദ്ധം ചെയ്യാനുള്ള യഹോവയുടെ യുദ്ധവീരനാണ് യഹോവ. ദ ലോർഡ് ഈസ് ദ മാൻ ഓഫ് വാർ. അതിൽ ദൈവത്തിൻ്റെ മക്കളും അതേ DNA-യിൽ നിന്ന് വരികയാണെങ്കിൽ യുദ്ധം ചെയ്യുവാൻ നമ്മളും പ്രിപ്പയർഡ് ആയിരിക്കണം. അതുകൊണ്ട് വി ഷുഡ് ഹാവ് എ സ്ട്രോങ് ആൻഡ് കറേജിയസ് മൈൻഡ്. നമുക്കൊരു ബെൻറ്റലായിട്ടൊരു കറേജിയസ് ആയിട്ടൊരു മൈൻഡ് വേണം. യോശുവ 1:9 പറയുന്ന ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ബി സ്ട്രോങ് ആൻഡ് ഗുഡ് കറേജ്. ഇന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുത്തു നോക്കിയാൽ ഈ കറേജ് ഒന്നുമില്ല. ഇന്ന് പലരും തകർന്ന അവസ്ഥയാണ്. മെൻ്റലി പീപ്പിൾ ആർ വെരി വീക്ക്. അവിടെയാണ് യോശുവയോട് പറയുന്നത് അങ്ങനെയല്ല, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ഉറപ്പും ധൈര്യവും വരണമെങ്കിൽ, ഈ ഉറപ്പും ധൈര്യവും നമുക്ക് ഈ ലോകത്തിൽ വേണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അധികാരത്തിൽ നമ്മൾ ഇരിക്കണം. കർത്താവിൻ്റെ അധികാരം എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഈ ഭീരുത്വമുള്ള സമയത്ത് നമുക്ക് ഉറപ്പ് തരുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. സോ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്, ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. യേശുവിനാണ് സകല അധികാരവും കൊടുത്തിരിക്കുന്നത്. യേശു പോകാൻ നേരത്തെ അവസാനം പറഞ്ഞ അതാണ്, ഭൂമിയിലുള്ള സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്തിനാ തന്നിരിക്കുന്നത്? എല്ലാവരെയും യേശുവിൻ്റെ ശിഷ്യരാക്കുവാനായി. അത് നമ്മുടെ ജീവിതങ്ങളിലെ ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ദൈവം നമ്മളോട് കൂടെയുണ്ട്. അവൻ യുദ്ധവീരനായ യഹോവയാണ്. അവൻ നമ്മളോട് കൂടെയുണ്ട്. അവൻ്റെ ആത്മാവ് നമ്മളോട് കൂടെയുണ്ട്. അവൻ്റെ അധികാരം നമ്മളോട് കൂടെയുണ്ട്. അതിനാൽ ഞാൻ ഒരിക്കലും ക്ഷീണിക്കുകയില്ല. ഐ ആം എ വാരിയർ. ഞാൻ യുദ്ധം ചെയ്യാനായിട്ട് പ്രിപ്പയർഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ബൈബിളിലെ വാക്യമാണ്. അവർ സിയോൻ പർവ്വതം പോലെ ആവുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് വാക്യങ്ങളുണ്ട്. സിയോൻ പർവ്വതം പോലെ ആവുന്നു. യഹോവയെ ഭയപ്പെടുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നു. അതിന് നമ്മൾ ബലപ്പെട്ട് വീര്യം പ്രവർത്തിക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെ ചിലപ്പോഴൊന്ന് പരീക്ഷിക്കും. നമ്മളെ എന്തിനാണ് പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, തീയിൽ കൂടി ശോധന ചെയ്യുമ്പോൾ ശുദ്ധീകരണം പ്രാപിച്ച് പുതിയ സാധനം പുറത്തു വരും എന്ന് പറയുന്ന പോലെ ഭയം കൂടാതെ നിർത്താനായിട്ടാണ് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നത്. ദൈവം എപ്പോഴും അങ്ങനെയാണ്. അധികാരങ്ങൾ നമ്മൾക്ക് തരുമ്പോഴേ പരിശോധിച്ചിട്ട് മാത്രമേ തരുള്ളൂ. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മളെ പരീക്ഷിക്കുന്നത്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ച് നമുക്കറിയാമല്ലോ. അബ്രഹാമിനെ എന്താണ് പരീക്ഷിച്ചത്? അബ്രഹാമിന് ഏകജാതനായ മകനെ കൊണ്ടുപോയി മോറിയ മലയിൽ യാഗം കഴിക്കാനായിട്ട് പറഞ്ഞു. അന്നേരം എന്താ ചെയ്തത് അബ്രഹാം? അയ്യോ, എനിക്കൊരു മോനേ ഉള്ളൂ, നീ ദൈവം എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അടുത്ത തലമുറകൾ എന്നിൽ നിന്നുണ്ടാവുമെന്ന്, ഇവനെ യാഗം കഴിച്ചാൽ എന്നെ തലമുറ ഉണ്ടാവത്തില്ലല്ലോ എന്ന് പറഞ്ഞ് പേടിച്ച് അബ്രഹാം ഇരുന്നില്ല. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം വിശ്വസിച്ച ദൈവം പറഞ്ഞെങ്കിൽ അത് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ദൈവം അവൻ ചത്താൽ പോലും അവനെ അതിൽ നിന്ന് ഉയർപ്പിക്കാനായിട്ട് ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാമിന് മനസ്സിലായി. ഞാൻ വിശ്വസിക്കുന്നത് അബ്രഹാമായിരുന്നു ആദ്യം പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച മനുഷ്യരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവൻ വാളെടുത്ത് വെട്ടാനായി വാളെടുത്തു. ദാറ്റ് മീൻസ് ദ ആക്ഷൻ കംപ്ലീറ്റഡ്. വാളെടുത്ത് വെട്ടാനായി. അപ്പോഴാണ് പെട്ടെന്ന് ദൈവം പറഞ്ഞ വാളുറയിലിട നിർത്താൻ പറഞ്ഞത്. അല്ല, പിന്നീട് അതിനത് കാണാം. പിന്നെ അബ്രഹാമിനെ പരീക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നു. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടെസ്റ്റ്. ഹി വാസ് വിക്ടോറിയസ് ഇൻ ദ ടെസ്റ്റ്. അതുകൊണ്ട് അവൻ വിക്ടോറിയസ് ആയി. പിന്നെ പരീക്ഷിച്ചിട്ടില്ല. ദൈവം നമ്മളെ പല കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിന് മുമ്പ് പരീക്ഷിക്കും. 1 തിമോത്തി 1:12 എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. കൗണ്ടഡ് മീ ഫെയ്ത്ത്ഫുൾ. എന്നെ വിശ്വസ്തനെന്ന് കണ്ടപ്പോൾ
എന്നെ ശുശ്രൂഷയ്ക്ക് വിട്ടു. ഇവിടെ ശക്തി നൽകിയാണ് ശുശ്രൂഷയ്ക്ക് വിടുന്നത്. അപ്പോഴും ശക്തി ധരിക്കാതെ ആരും ശുശ്രൂഷയ്ക്ക് പോകരുത്. ഈ ശക്തി ധരിക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെസ്റ്റിങ്ങിൽ കൂടി കടന്നു പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ശക്തി ധരിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ചില സമയങ്ങളിൽ നമ്മളെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് തീയിൽ കൂടി കടത്തിവിടാൻ സാധ്യതയുണ്ട്. 1 കൊരിന്ത്യർ 10:13 പറയുന്ന ഇതാണ്, സഹിക്കാൻ വയ്യാത്ത പരീക്ഷ നമുക്ക് തരത്തില്ല. എന്തിനാണ് ഈ പരീക്ഷ തരുന്നത്, ഈ ടെസ്റ്റ് തരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനെ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്. ഇന്നർ മാൻ ഷാൽ ബി ഡെവലപ്ഡ് വിത്ത് റെസിസ്റ്റൻസ് പവർ. ഇത് നമ്മുടെ ബുദ്ധിയിൽ പലപ്പോഴും ഒരു ഫൂളിഷായിട്ട് തോന്നും. എന്നാൽ ഇതാണ് വ്യത്യാസം, വേൾഡ്ലി ആൻഡ് ഡിവൈൻ തിങ്സ് തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിൻ്റെ വഴികൾ ഈ രീതിയിലാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ശരിയാണെന്ന്. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ വഴികളൊക്കെ ഇങ്ങനെയാണ്. നമ്മളെ ശുശ്രൂഷയിലാക്കുന്നത്, നമ്മളെ ശക്തീകരിക്കുന്നതൊക്കെ പല ടെസ്റ്റുകൾ കൂടി കടത്തിവിടുമ്പോഴാണ്. അത് ഈ ടെസ്റ്റുകൾ കൂടി കടന്നു പോകുമ്പോൾ അയ്യോ ദൈവമേ നീ എന്തായി കാണിച്ചത് എന്നുള്ള അല്ല. പിന്നെയോ നമ്മൾ ഈ ടെസ്റ്റുകൾ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ബലപ്പെടുകയും ദൈവത്തിൻ്റെ അതോറിറ്റി നമുക്ക് വരികയും ചെയ്യണം. അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഞാൻ ഈ വേർഡ് അവസാനം വരെ ഈ അതോറിറ്റി എന്നുള്ള വേർഡ് നിങ്ങളോട് പറയും. ഈ അതോറിറ്റിയാണ് ഇന്ന് ആവശ്യം. ഈ അതോറിറ്റി നമുക്ക് വരുന്നത് അനോയിൻറ്റിങ്ങിൽ കൂടിയാണ്. ഈ അതോറിറ്റി വരുന്നത് ദൈവം ഓരോ തലങ്ങളിൽ നമ്മളെ ഉയർത്തുന്നതായിട്ട് കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സിൻ്റെ കോട്ടകളെ ബലപ്പെടുത്താനായിട്ട് നമുക്ക് എപ്പോഴും ഈ ശത്രുവിനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം വേണം. നമ്മുടെ ശത്രു ആരാണ്? പിശാചാണ്. ഈ പിശാചുക്കൾ ഇന്ന് അനേകം ആളുകളെ പൊസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാം. ഈ വ്യക്തികൾ ആരും കുഴപ്പക്കാരൊന്നുമല്ല, എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ദുരാത്മാക്കളാണ്. ഈ സിംഹ ഇരയെ പിടിക്കുന്ന പോലെ അതിൻ്റെ പുറകെ പോയി അതിനെ പിടിക്കണം. ഈ എൻഡ് ടൈംസിൽ നമുക്ക് ഈ അഗ്രസീവ്നെസ് നമുക്ക് വരണം. കാരണം അവനെ പിടിച്ചു കെട്ടിയല്ലാതെ അവൻ്റെ കോപ്പ് കവരാനായിട്ട് പറ്റുകയില്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ആ ബലവാനെ നമ്മൾ പിടിച്ചു കെട്ടണം. അത് നമ്മൾ പ്രാർത്ഥനയിൽ കൂടി നമ്മൾ ബലപ്പെടണം. സോ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ തന്നെ നമ്മളൊരു പ്രെയർ വാരിയറായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ഡാർക്ക്നെസ്സിനെയും എതിരായിട്ട് പ്രാർത്ഥിക്കണം. ഈ കിങ്ഡത്തിനെതിരായി പ്രാർത്ഥിക്കുമ്പോൾ അവൻ മുഴു ശക്തിയോട് നമ്മളെ എതിർക്കാനായിട്ട് വരും. ആരാ? പിശാച്. എന്നാൽ ഈ പിശാചിനെ പ്രാർത്ഥനയിൽ കൂടി നമ്മൾ ജയിച്ച് ആത്മീയ ആയുധങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് അവനോട് ഫൈറ്റ് ചെയ്ത് നമ്മളെ വചനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ആ പ്രോമിസ് ഉണ്ടല്ലോ, വചനത്തിൽ അങ്ങോട്ട് ഉറച്ച് ഒബേയ് അനുസരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ ദൈവം ആ ശക്തി തരും, അനോയിൻറ്റിങ് നമ്മളിലേക്ക് വരും. അതുകൊണ്ട് പ്രിയ മക്കളെ, നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മൾ ഒരു അഗ്രസീവ്നെസ് അങ്ങോട്ട് പോയി ഫൈറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ പലരും ചിന്തിക്കും, ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുള്ള നേരത്തെ, ഈ പിശാചും ഇതുമൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്, നമ്മളെന്തിനാ അതിനകത്തൊക്കെ തലയിടുന്നത്, നമ്മൾ ഒരറ്റത്ത് ജീവിച്ച് നമ്മൾ കുറച്ച് അങ്ങനെ അങ്ങ് പോയാൽ പോരെ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയല്ല. നിങ്ങളെയും എന്നെയും ഈ ലോകത്തിൽ വെച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ്. യേശു എന്താ ചെയ്തത് നമുക്കറിയാവുന്നതാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്, കർത്താവിൻ്റെ പ്രകടന പത്രികയാണ്. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ അവനെന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും, പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ് നമ്മളെ ബലപ്പെടുത്തിയിരിക്കുക. അല്ലെ, കർത്താവ് പറഞ്ഞ് നമ്മളെ ബലപ്പെടുത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ വേണ്ടതായിട്ടുള്ള എല്ലാ നമുക്ക് വേണ്ട ഉപകരണങ്ങളെ, കോപ്പുകളെ, ആയുധം എല്ലാം നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് നമ്മൾ എടുക്കണം. എടുത്തുകൊണ്ട് നമ്മൾ അതിനെ എതിരിടണം. അത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കോട്ട കെട്ടാൻ പറ്റുള്ളൂ നമ്മുടെ മനസ്സിലെ. ഇത് ശത്രു ഇങ്ങോട്ട് കയറാതിരിക്കാനുള്ള കോട്ടയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ആത്മാവിലുള്ള കോട്ട നമ്മൾ കെട്ടുകയാണ്, ശത്രു കയറാതിരിക്കാൻ. ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കാം. സാധാരണയുള്ളൊരു കാര്യമാണ്, ജനങ്ങൾക്കുള്ളൊരു കാര്യമാണ് ഈ ലോകത്തിലെ അഫയേഴ്സിനകത്ത് തലയിട്ട് കറങ്ങുക. രാവിലെ ഒരു 6 മണി തൊട്ടങ്ങ് തുടങ്ങിയാൽ രാത്രി 11 മണി 12 മണി വരെ എല്ലാം അധ്വാനമാണ്, ഭയങ്കര അധ്വാനമാണ്. കമ്പ്യൂട്ടറിലൂടെ അധ്വാനം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ അധ്വാനം, അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, എല്ലാം ശരിയാണ്, എല്ലാം വേണ്ടാതൊന്നുമല്ല, എല്ലാം വേണം.
എന്നാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 24 മണിക്കൂറിൽ എത്ര സമയം യൂസ്ഫുള്ളായിട്ട് ദൈവത്തിന് കൊടുക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. നമ്മൾ പലപ്പോഴും ഒരുപാട് പേര് ടൈം റോബേഴ്സാണ്. എന്നുവെച്ചാൽ നമ്മളെ സമയം, നമ്മൾ ദൈവം തന്നിരിക്കുന്ന സമയം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മോഷ്ടിച്ച് കളയാണ്. നമ്മൾ പറയാം എൻജോയ് ചെയ്യുക, മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. അഡിക്ഷൻ ടു പൊളിറ്റിക്സ്. ഇന്ന് ഒരുപാട് പേര് പൊളിറ്റിക്സ് മേഖലയിലാണ്. ഇന്ന് ചില ആളുകളുണ്ട് മൂവീസ്, രാവിലെ തൊട്ട് മൂവീസ് കണ്ടങ്ങിരിക്കുക. ചില ആളുകൾ സ്പോർട്സ് മേഖലയിലാണ്. എപ്പം നോക്കിയാലും പിള്ളേരിങ്ങനെ ക്രിക്കറ്റിൻ്റെ പുറകെ നടക്കുകയാണ്. ഇത് മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ വറീസായിട്ടിരിക്കുകയാണ്. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ജീവിതത്തിലെ സമയങ്ങളെല്ലാം ഇത് അപഹരിച്ചുകൊണ്ട് പോവുക. പിശാച് അതിൽ കളിച്ചുകൊണ്ടിരിക്കുക. എന്താണ്? നിങ്ങളുടെ ഫോക്കസ് മാറ്റണം. നിങ്ങളുടെ പർപ്പസിൽ നിന്നുള്ള ഫോക്കസ് മാറ്റണം. ദൈവം നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട് ആത്മാവിലെ. ആ അസൈൻമെൻറ്റ് നിങ്ങളുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്തിരിക്കില്ല, ആത്മാവോട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇതൊക്കെ കണ്ട് കുഴഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഈ ലോകത്തുനിന്ന് ചത്ത് വടിയായി പോകണം എന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. എന്നാൽ അതല്ല നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളതുകൊണ്ട് പൈശാചിക ശക്തികളെ വെല്ലുവാൻ, അല്ലെങ്കിൽ ഈ കോട്ടകൾ പണിയുവാൻ നമ്മളെ ബലപ്പെടുത്തേണ്ട ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഈ നമ്മുടെ മനസ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇരിക്കാതെ, ഈ പൊളിറ്റിക്സിലൊക്കെ ഇരിക്കാതെ, ദൈവം നമ്മളെ ഏൽപ്പിച്ച അസൈൻമെൻറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ഇതുമായിട്ട്, ഈ അഫയേഴ്സ് ഓഫ് ലൈഫുമായിട്ട് ഡിസ്കണക്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു ജോലിയും ചെയ്യേണ്ടെന്നല്ല പറഞ്ഞു. നമുക്ക് ജോലിയൊക്കെ ഉണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യണം. എന്നാൽ അതിന് പ്രോപ്പറായിട്ടുള്ള ടൈമിൽ ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കുക. അനുസരണം, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, അനുസരണം. യെസ് അനുസരിക്കുക. 2 ദൈവവചനം. 3 പ്രാർത്ഥന. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടമുറിയാതെ വരണം. വന്നു കഴിയുമ്പോഴേ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ 4 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, 1 ഒരു സ്ട്രോങ് ആൻഡ് കറേജിയസ് മൈൻഡ് വരികയാണ്. 2 ദൈവം നമ്മളെ പരീക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ എന്നെ ബലപ്പെടുത്താനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. 3 ഒരു അഗ്രസീവ് സ്പിരിറ്റ്, ആക്രമിക്കുന്ന പൈശാചികശക്തികളെ തോൽപ്പിച്ച് ഓടിക്കുന്ന ഒരു സ്പിരിറ്റ് വരികയാണ്. 4 നമ്മൾ ഈ ലോകവുമായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് സെറ്റ് ബാക്ക് ചെയ്യുന്ന, ഒന്ന് ഡിസ്കണക്ട് ചെയ്യുന്ന ഒരനുഭവം. ഇതൊക്കെ നമ്മുടെ ജീവിതങ്ങൾ വരുമ്പോഴേ പ്രയോറിറ്റി വിൽ സെറ്റ് ടു ദ ഗോഡ്സ് കിങ്ഡം. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാനായിട്ട് ഉള്ളൊരു പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്ന പിശാചിന് ഇഷ്ടമല്ല. അവൻ നമ്മളെ പൂർണ്ണ ശക്തിയോടെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോഴേ നമ്മൾ കൂടുതലായിട്ട് കർത്താവിൻ്റെ അതോറിറ്റിയിലേക്ക് വന്നിട്ട് നമ്മൾ ഈ പൈശാചിക ശക്തികളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഉള്ളിലുള്ള കോട്ട അവൻ ഇടിച്ചു കയറാനായിട്ട് പറ്റത്തില്ല. അവന് വേറൊരു പുതിയ കോട്ട കൊണ്ട് കെട്ടാൻ പറ്റത്തില്ല. അവൻ അതിലേക്കൂടെ എവിടെയെങ്കിലും ഒരു ബ്രിക്ക് കൊണ്ടുവരുമ്പോഴേ നമുക്ക് മനസ്സിലാവും, കൊണ്ടുവരുന്നുണ്ട് ഒരു ബ്രിക്ക് കൊണ്ടുവെക്കാൻ. ആദ്യം കൊണ്ടുവരുന്ന ചെറിയൊരു കട്ട കൊണ്ടുവെക്കാൻ നോക്കും. അപ്പോഴേ നമുക്ക് സെൻസിറ്റീവ്. അപ്പോഴെന്ത് ചെയ്യും? ദൈവം എന്ന വാളെടുത്ത് വെട്ടാനായിട്ട് നമുക്ക് പറ്റും. അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ആ ഫെയ്ത്ത് എന്നുള്ള അവന് തീയമ്പുകൾ അയക്കുമ്പോഴേ ആ ഫെയ്ത്ത് എന്നുള്ള ഷീൽഡ് എടുത്ത് പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ സുവിശേഷ ഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കാൻ പറ്റും. നീ പോടാ, ഞാനതാ ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങളെ പ്രസ്താവിക്കുന്ന വ്യക്തിയാണെന്ന് അവനോട് പബ്ലിക്കായിട്ട് പറയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ സകല വിധേനയും സകല സമയത്തും പ്രാർത്ഥനയാലും യാചനയാലും മറ്റുള്ളവർക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും പക്ഷപാതം ചെയ്യാനായിട്ട് പറ്റും. ദൈവമെന്ന വാളെടുക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് സാധ്യമാകും. അങ്ങനെ അവൻ്റെ ശക്തികളെ മരവിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നോടൊക്കെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വരട്ടെ. നമ്മുടെ സോൾസിലെ, നമ്മുടെ ദേഹിയിലെ ഈ അവയവങ്ങളിലെ ഏറ്റവും മനോഹരമായി നമുക്ക് നല്ലൊരു കോട്ട കെട്ടാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ ദിവസങ്ങളിലെ പൈശാചിക ശക്തികളെ എങ്ങനെ ഞങ്ങൾ തരണം ചെയ്യണം എന്നുള്ള ചിന്തകളായിരുന്നല്ലോ ഞങ്ങൾ ചിന്തിച്ചത്. ദൈവമേ, ഇത് ഞങ്ങളുടെ ബുദ്ധിയിൽ, പലപ്പോഴും ലോകത്തിൻ്റെ ബുദ്ധിയിൽ ഇത് ഫൂളിഷാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഡിവൈൻ വേസിലെ, വഴികളിലെ ഇത് മഹത്വമുള്ളതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സീരിയസ് ആയിട്ട് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. മെൻ്റലായിട്ട് വീക്കായി ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവർ ശക്തി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാനായി പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ബലം അവരിലേക്ക് വരട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധാരാളമായി അവരിലേക്ക് വരട്ടെ, അവർ ബലപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ വീക്കായിരിക്കുന്നുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിലെ അല്ലെങ്കിൽ പുറത്തുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ലിവിങ്ങിലെ വീക്കായിരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും അഡിക്ഷൻ ജീവിതത്തിൽ വന്നിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം പൊട്ടിമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ വ്യാപരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇത് എന്നോട് പ്രാർത്ഥിച്ചവരെയൊക്കെ നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ, ആമേൻ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തരിക. നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.